ഇന്ന് നടന്ന 2ാം ക്ലാസ്സിലെ മാത്സ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ആക്ടിവിറ്റി 1, ഹൗ മെനി വീൽസ്, എത്ര വീൽസ് ഉണ്ട്? അപ്പു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സോ സം ബൈസിക്കിൾസ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ കുറച്ച് ബൈസിക്കിൾസ് ഉണ്ട്, താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ബൈസിക്കിൾസ് ആർ ദർ, എത്ര ബൈസിക്കിൾസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. കൗണ്ട് ചെയ്യുക, എത്ര എണ്ണം ഉണ്ട്? 7 ബൈസിക്കിൾസ് ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദ ബൈസിക്കിൾസ്, ഈ 7 ബൈസിക്കിൾസിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്ര വരും? ഒരു ബൈസിക്കിളിന് 2 വീൽസാണ്. അപ്പോൾ 7 ബൈസിക്കിൾസിൻ്റെ വീൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 × 7 ആയിരിക്കും, അല്ലെങ്കിൽ 7 × 2 = 14 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, 3 more bicycles came to the ground. 3 ബൈസിക്കിൾ കൂടെ ഗ്രൗണ്ടിലേക്ക് വന്നു. ദെൻ ഹൗ മെനി വീൽസ് ആർ ദർ ഇൻ ടോട്ടൽ. അപ്പോൾ 3 ബൈസിക്കിൾ കൂടെ വന്നാൽ ഓൾറെഡി 7 ബൈസിക്കിളാണ് ഉണ്ടായിരുന്നത്, 3 എണ്ണം കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ ബൈസിക്കിളിൻ്റെ എണ്ണം എത്രയായി? 10 ആയി. അപ്പോൾ 10 ബൈസിക്കിളിന് എത്ര വീലായിരിക്കും? 2 × 10 അല്ലെങ്കിൽ 10 × 2 = 20 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2, ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. അനു ആൻഡ് സോനു വെൻറ്റ് ടു എ ഷോപ്പ്. ദേ ചെക്ക്ഡ് ദ പ്രൈസ് ലിസ്റ്റ്. ഇവിടെ ഐറ്റത്തിൻ്റെ പേരും അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ എ പെൻസിൽ ബോക്സ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ. ഒരു പെൻസിൽ ബോക്സും ഒരു വാട്ടർ ബോട്ടിലും വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോൾ ബോക്സിൽ നോക്കുക, പെൻസിൽ ബോക്സിൻ്റെ റേറ്റ് എത്രയാണ്? 35. വാട്ടർ ബോട്ടിലിന് എത്രയാണ് പ്രൈസ് പറഞ്ഞത്? 70. അപ്പോൾ 70 + 35 ചെയ്യണം. 70 + 35 എത്ര കിട്ടും? 105 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഡസ് എ പെൻസിൽ ബോക്സ് കോസ്റ്റ് ദാൻ എ പെൻസിൽ. എന്താ ചോദിക്കുന്നത്? പെൻസിൽ ബോക്സിന് പെൻസിലിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് എന്നാണ് ചോദിക്കുന്നത്. പെൻസിൽ ബോക്സിന് 35 ആണ്, പെൻസിലിന് 10 ആണ്. അപ്പോൾ എത്ര രൂപ കൂടുതലെന്ന് കാണാൻ എന്ത് ചെയ്യണം? 35 - 10 = 25. പെൻസിൽ ബോക്സിന് പെൻസിലിനേക്കാൾ 25 റുപ്പീസ് കൂടുതലാണ്. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? അനു ബോട്ട് 5 പെൻസിൽസ്. 5 പെൻസിൽ വാങ്ങി. ഹൗ മച്ച് ഷുഡ് ഷീ പേ, എത്ര രൂപ കൊടുക്കണം? 5 പെൻസിലാണ് വാങ്ങിയത്. ഒരു പെൻസിലിന് 10 രൂപയാണ്. അപ്പോൾ 5 പെൻസിലിന് 10 × 5 = 50 റുപ്പീസ്. എത്ര രൂപ കൊടുക്കണം? 50 റുപ്പീസ് കൊടുക്കണം. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോനു ബോട്ട് 2 items സ്പെൻഡിങ് 100 റുപ്പീസ്. സോനു 2 ഐറ്റം വാങ്ങി. എത്ര രൂപയ്ക്ക്? 100 റുപ്പീസായി. അപ്പോൾ ഏതൊക്കെയാണ് ഐറ്റംസ് ആണ് ചോദിക്കുന്നത്. ഐറ്റത്തിൻ്റെ പേര് എഴുതുക, പ്രൈസ് എഴുതുക. 2 ഐറ്റമേ പാടുള്ളൂ. 2ൻ്റെയും പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടണം. ഏതൊക്കെ ഐറ്റം വാങ്ങിയാൽ നമുക്ക് 100 കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് വാട്ടർ കളറിന് എത്ര രൂപ? 60 റുപ്പീസാണ്. ദെൻ കളറിംഗ് ബുക്കിന് 40 റുപ്പീസ്. അപ്പോൾ 60 + 40 എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ഐറ്റത്തിൽ കളറിംഗ് ബുക്ക് എഴുതാം, പ്രൈസിൽ 40 റുപ്പീസ്. ദെൻ വാട്ടർ കളറ് 60 റുപ്പീസ്. അത് രണ്ടും എഴുതിയാൽ നമുക്ക് 100 റുപ്പീസ് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്ലോക്കിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ്. ആക്ടിവിറ്റി 3, ടൈം. റൈറ്റ് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിൽ ടൈം തന്നിട്ടുണ്ട്. ടൈം ആ കോളത്തിൽ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് എത്രയാണ്? 8 o'clock. രണ്ടാമത് വരുന്നത് 10 o'clock. നെക്സ്റ്റ് പറയുന്നത് ടൈം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടൈം തന്നിട്ടുണ്ട് 1 o'clock, 4 o'clock തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ക്ലോക്കിൽ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. 1 o'clockലാവുമ്പോൾ 1ൻ്റെ അടുത്തും 12ൻ്റെ അടുത്തും വരും. ആൻഡ് 4 o'clock വരുമ്പോൾ 4, 12 ഇതുപോലെ വരച്ചു കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അനു വെൻറ്റ് ടു സോനൂസ് ഹൗസ് ടു പ്ലേ അറ്റ് 9 in the morning ഓൺ സൺഡേ. അനു സോനുവിൻ്റെ വീട്ടിൽ അപ്പോൾ സൺഡേ രാവിലെ 9 മണിക്ക് കളിക്കാൻ പോയി. ഷീ ടുക്ക് 2 hours ടു റിട്ടേൺ ഹോം. അവൾ 2 മണിക്കൂർ എടുത്തു തിരിച്ച് വീട്ടിലെത്താൻ. അറ്റ് വാട്ട് ടൈം ഡിഡ് അനു റീച്ച് ഹോം. അപ്പോൾ അനു വീട്ടിലെത്തിയ ടൈം എത്ര എന്നാണ് ചോദിക്കുന്നത്.
ഇപ്പോൾ 9 മണിക്കാണ് പോയിനി 2 hours എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ 9 + 2 എത്രയാണ്? 11. അപ്പോൾ 11 o'clock ആണ് അനു തിരിച്ചെത്തിയ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ് ദ നമ്പേഴ്സ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ കോളംസ്. കോളത്തിൽ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനാണ് പറയുന്നത്. 181, 182 അവിടെയുണ്ട്, 183, ദെൻ 186 കഴിഞ്ഞാൽ 187, 188, 189, 190, 191, 192, 193, 194, 195, 196, then 197, 198, 199, 200. ഓക്കെ, അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ബിറ്റ്വീൻ 196 ആൻഡ് 198. 196നും 198നും ഇടയിലുള്ള നമ്പർ 197. ദ നമ്പർ ജസ്റ്റ് ബിഫോർ 181. 181ന് തൊട്ട് മുന്നേയുള്ള നമ്പർ ഏതാ? 180, 180. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ ഗിവൺ നമ്പേഴ്സ് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. ഇപ്പുറത്ത് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പോൾ ഏറ്റവും വലുത് 199, ദെൻ 193, 190, 187, 185, 182. ഈ ഓർഡറിൽ എഴുതണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 5. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ വി റൈറ്റ് ദിസ്? ഏതൊക്കെ രീതിയിൽ എഴുതാം? ഏത് 75 എന്ന നമ്പർ ഏതൊക്കെ രീതിയിൽ എഴുതാം? ഒന്നിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? 75 ones എന്ന് എഴുതാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 7 10s 5 ones എന്ന് എഴുതാം. 70 + 5 എന്ന് എഴുതാം. ദെൻ ബിറ്റ്വീൻ 74 ആൻഡ് 76 എന്ന് എഴുതാം. 74നും 76നും ഇടയിൽ. ദെൻ എന്തെഴുതാം? 1 ലെസ് ദാൻ 76 എന്ന് എഴുതാം. 1 മോർ ദാൻ 74 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് എഴുതാം. 76 - 1 എന്ന് എഴുതാം. 77 - 2 എന്ന് എഴുതാം. 80 - 5 എന്ന് എഴുതാം. നമുക്ക് ഏതൊക്കെ രീതിയിൽ കിട്ടുന്നു ആ രീതിയിലൊക്കെ എഴുതാം. അപ്പോൾ എല്ലാവരും നന്നായി ആൻസർ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ.